ഞാൻ പൂർണ്ണമായിട്ടും മിനിസ്റ്റർ ശിവൻകുട്ടിയുടെ കഴിഞ്ഞ 2 ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റുകളോട് അദ്ദേഹം ആദ്യമെടുത്ത തീവ്രമായ നിലപാടിൽ നിന്ന് പിന്നീട് ഒരു സമവായ ചർച്ച വന്നപ്പോൾ സമവായം നടക്കട്ടെ, അത് നല്ലത് എന്ന നിലപാടെടുത്തു. ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ മിനിസ്റ്റർ ശിവൻകുട്ടി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇത് ഞാൻ പറയുന്നത്, ആദ്യം ഞാനെടുത്ത നിലപാട് നിയമപരമായത് തെറ്റാണെങ്കിൽ പോലും അഥവാ നിലനിൽക്കുന്നതല്ലെങ്കിൽ പോലും അതിന് വിശാലമായ രാഷ്ട്രീയ സാംസ്കാരിക മാനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ഭരണവർഗം ഒരു വംശീയതയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ആയുധമായി തങ്ങൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിലയുറപ്പിക്കുക? നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നീതി. അവിടെ മറ്റെല്ലാം അപ്രസക്തമാണ് എന്നുള്ളതാണ്. കാരണം ഒരു ഭൂരിപക്ഷ വർഗീയത അധികാരത്തിൻ്റെ സഹായത്തോടു കൂടി ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ പൊസിഷൻ നിങ്ങൾ എവിടെയാണ്, ഏത് പക്ഷത്തോടൊപ്പമാണ് നിൽക്കുക? നിങ്ങൾക്കവിടെ കേവലം റെഗുലേഷൻസിൻ്റെയോ നിയമത്തിൻ്റെയോ സാങ്കേതികത്വം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വിശാലമായ ഇടതുപക്ഷത്തിൻ്റെ ബോധ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ മിനിസ്റ്റർ ശിവൻകുട്ടി ഇപ്പോൾ ഈ തട്ടമിട്ട പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ചിത്രം ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് വൈകാരികമായ തലം മാത്രമല്ല, സാംസ്കാരികമായ ഒരു തലം കൂടിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.